ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത് എനിക്കൊട്ടും നടക്കാൻ വയ്യാതെയാണ്. കാലിൻ്റെ മുട്ടിന് നീരും കാല് മൊത്തം നീരുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ അവിടെ വെച്ച് സിസ്റ്റേഴ്സിനെ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ അപേക്ഷ, അമ്മ ഈശോയുടെ തിരുമനസ് നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിന്നെ ഞാൻ പറയും, അമ്മ എനിക്ക് ഈശോയുടെ കാല് പോലത്തെ ഒരു കാല് വേണം, എനിക്ക് ഇനിയും ഒത്തിരി മിഷണറി ആയിട്ട് വർക്ക് ചെയ്യണം. ഇവിടുന്ന് പോയി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരുവിധം നടക്കാം, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നടക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഒരു സെപ്റ്റംബർ ആയപ്പോൾ എൻ്റെ ഇടത് കൈക്ക് ഇവിടെ മൊത്തം നീര് വന്നു. അതുപോലെ ഇവിടെ ഒരു ചെറിയ മുഴയും എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, ഇതെന്താ ഇനിയും എനിക്കൊരു പരീക്ഷണമാണോ? ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. പിന്നെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് CT സ്കാൻ എടുത്തപ്പോൾ അവർക്കൊരു ചെറിയ ഡൗട്ട്, ഈ ഇടത്തുവശത്ത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം പോലെ. അവർ ആ റിപ്പോർട്ട് കാണിച്ചപ്പോഴും മദർ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോരും. എനിക്കൊരു മിഷണറി ആയിട്ട് ജീവിക്കണം. പക്ഷെ തിരിച്ചു പോരാൻ പോകുന്നപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചില്ല, ഞാൻ തിരിച്ചു പോന്നു. ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്, അമ്മേ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിന്നെ എനിക്ക് സൂചി പോലും പേടിയാണമേ, എൻ്റെ ശരീരം വെട്ടിമുറിക്കാൻ അമ്മ അനുവദിക്കുമോ? ലേക്ക് ഷോറിൽ ചെന്ന് എൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു. തൻസാനിയിലെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട്, ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ മെമ്മോഗ്രാഫി കിട്ടു, പിന്നെ മറ്റുള്ള എല്ലാ ടെസ്റ്റും നടത്തി. അവർ പറഞ്ഞ സിസ്റ്ററിന് ഒരു അസുഖവുമില്ല. ആരാ പറഞ്ഞ സിസ്റ്ററിന് അസുഖമുണ്ട്? അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്, അവർക്ക് ചെറുതായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. സുഖമായിട്ട് ഇനി തിരിച്ചു പോകാം, ഒരു കുഴപ്പവുമില്ല, സിസ്റ്ററിന് ഒരു അസുഖവുമില്ല എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായത് കേട്ടപ്പോഴും അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. എനിക്കറിയാം എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, എൻ്റെ അമ്മേൻ്റെ കൂടെ ഉള്ളപ്പോൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഉടമ്പടിയിലൂടെ ഞാൻ ഈശോയിലോട്ടാണ് കൂടുതൽ അടുക്കുന്നത്. എനിക്കറിയാം ഒത്തിരിയേറെ യുവാക്കൾ, പള്ളിയിലൊന്നും പോകാത്തവർ ഇപ്പോഴൊത്തിരിയേറെ പള്ളിയിൽ പോകുന്നവരാണ്. കുർബാനയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് അവരെ അടുപ്പിക്കുകയാണ്. മദ്യപാനം ചെയ്യരുതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞാലും കേൾക്കാത്തവർ ഉടമ്പടി എടുക്കുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അവർ ഈശോയിലോട്ട് അടുക്കുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഈശോയിലേക്ക് അടുക്കുകയാണ്. മാതാവ് ഒരു വഴി മാത്രമാണ്. ഈശോയിലേക്ക് കൊണ്ടുവരിക, ഈശോയുടെ പ്രവർത്തികൾ ചെയ്യുക. ഇതിനെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഒരിക്കലും ആഫ്രിക്കയിൽ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വീടില്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുറ്റം തൂക്കുന്നു. ഞാൻ ചോദിച്ച്, സഹോദരൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അയാൾ കാണിച്ചു, ഇതാണ് വീട്. കണ്ടാൽ നമുക്ക് സഹിക്കില്ല, 2-3 കമ്പുകൾ നിരത്തി വെച്ച് അതിലാണ് ആ അപ്പനും മകനും കിടക്കുന്നത്. വാതിലൊന്നുമില്ല, വെറുതെ പുല്ല് കൊണ്ട് കുറച്ച് സ്ഥലം മേഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവിടെ കയറിയപ്പോൾ കരഞ്ഞു പോയി. നമ്മളൊക്കെ എത്രയോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഞാൻ കൂട്ടി വെച്ച് അല്പം പൈസ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പണിക്കാരെ വിളിച്ചിട്ട് അവിടെ എൻ്റെ ഫൗണ്ടേഷൻ കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ച ശേഷം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 2-3 പേര് ഇങ്ങോട്ട് തന്നെ വന്ന് പറയുകയാണ്, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ എത്രയാണ് വേണ്ടത്, സിസ്റ്ററിന് വേണ്ടത്. അവർ എന്നെ സഹായിച്ചു. ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വീട് പണിയാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ തണ്ടി നടക്കുന്നത് കാണാം. ഞാൻ അവരുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ കൊണ്ടുവന്ന് അവരെ അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ടി ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കും. കാരണം എന്നും നമുക്ക് സഹായിക്കാനാവില്ല. ഏകദേശം 100 കുട്ടികൾ കൂടുതൽ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷേ എനിക്ക് അമ്മ ഈശോ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു.